ഇതെൻ്റെ മൂത്ത മോൻ്റെ 11ാമത്തെ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഒക്ടോബർ 30-നായിരുന്നു ഓൻ്റെ ബർത്ത്ഡേ. ഇപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ ഡിസംബർ മാസം ആയില്ലേ, ഇപ്പോൾ ഒരു 1.5 മാസമായി ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. എന്താണെന്നറിയില്ല, ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ ഭയങ്കര മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ളത് കൊണ്ട് തന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഏതായാലും മടി മാറ്റി സടകുടഞ്ഞ് എഴുന്നേക്കാനാണ് തീരുമാനം കേട്ടോ. ഇത് ബർത്ത്ഡേ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഇടാതെ അങ്ങോട്ട് മാറ്റി ഡിലീറ്റ് ചെയ്ത് കളയാനും തോന്നുന്നില്ല. കാരണം കുറച്ച് കഴിഞ്ഞതൊക്കെ നമുക്കൊരു സ്വീറ്റ് മെമ്മറീസ് ആണല്ലോ. അവൻ്റെ ബർത്ത്ഡേ കേക്ക് ഒരു ബോക്സിങ് തീമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവന് ബോക്സിങ് ഭയങ്കര ഇഷ്ടമാണ്. ഓന് മത്സരിക്കാൻ പോകാറുണ്ട്, ഓന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടപ്പെട്ട കേക്ക് തീം തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കട്ട് ചെയ്തു. പിന്നെ അപ്പോൾ ആദ്യം തന്നെ സുജീൻ്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. വാച്ചാണ് വാങ്ങിയിട്ടുള്ളത്. 2 ആൾക്കും വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് വാങ്ങണ കാര്യം നടക്കുകയില്ല, അതുകൊണ്ട് 2 ആൾക്കും വാങ്ങിയിട്ടുണ്ട്. വൈറ്റും ബ്ലൂവും ഡിഫറെൻറ്റ് കളേഴ്സാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബർത്ത്ഡേ ബോയ്ക്ക് കുറച്ച് മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അവനാണ് അവന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അവൻ വൈറ്റ് ആണ് സെലക്ട് ചെയ്തത്. പിന്നെ അടുത്ത ഗിഫ്റ്റ് ഇതാ ഇവിടെ കുറേ ലെഗോസ് വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഇത് സുജീൻ്റെ ഫ്രണ്ട് സഞ്ജു വാങ്ങി കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതും 3 എണ്ണം ഉണ്ട്. 2 എണ്ണം ബർത്ത്ഡേ ബോയ്ക്ക്, 1 നമ്മുടെ ആര്യനും. അടുത്ത ഗിഫ്റ്റ് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് അവൻ്റെ ഫ്രണ്ട് സ്കൂളിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവനത് ഭയങ്കര സംഭവത്തിൽ പൊളിച്ചു നോക്കണ്ടായിരുന്നു. പെണ്ണ് കിട്ടിയപ്പോൾ അതും അവന് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടല്ലേ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ട് കേട്ടോ. കുറേ പെണ്ണുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ബർത്ത്ഡേ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അവൻ്റെ ട്യൂഷൻ ടീച്ചർ വന്നപ്പോൾ അവന് കുറേ പെന്നും കളേഴ്സും ഡ്രോയിങ് ബുക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടാർഗറ്റ് ഗെയിം സോൺ ആണ് കേട്ടോ. ഇവരോട് സുജി കൊണ്ടുപോകാന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ സുജി ഭയങ്കര തിരക്കിലായതുകൊണ്ട് സുജിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവരെ ബർത്ത്ഡേൻ്റെ ആ ഒരു ദിവസം പിന്നെ കിട്ടില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അവൻ്റെ നെയ്ബർഹുഡിലുള്ള ഫ്രണ്ടാണ് കേട്ടോ, മാനുവൽ എന്ന പേര്. അവനും കൂടി കൂട്ടിയിട്ടുണ്ട്. അവൻ്റെ ഏട്ടനും സാധാരണ ഇതിനൊക്കെ വരാറുണ്ട്, പക്ഷെ അവന് കുറച്ച് തിരക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിതാ ഈ 3 കുട്ടിപ്പട്ടാളം കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും അവർ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവരൊരു 3D ഫിലിം ഒക്കെ ഉള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ കയറി ഞാനും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ സൈഡിൽ കൂടെ. പിന്നെ ഇവർ പൈസ കളയാനുള്ള വെറുതെ കുറേ ഉടായ്പ് ഗെയിംസും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ചിലതൊക്കെ നമുക്കും ഫണ്ണായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ചിലതൊക്കെ വേസ്റ്റ് എന്ന് പറയുന്ന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവർക്കതൊക്കെ ഫണ്ണായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അവർ മെനക്കെട്ട് എല്ലാതും കളിച്ച് പോയിൻറ്റ്സൊക്കെ നേടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അവരവിടെ ആക്കിയിട്ട് ബർത്ത്ഡേ ബോയ്ക്ക് പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോഴുള്ള കളർ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഒപ്പം ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുള്ള ചോക്ലേറ്റ്സും എല്ലാം വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് മക്കൾക്ക് പിസയും അങ്ങനത്തെ ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇതാണ് അവൻ്റെ ബർത്ത്ഡേ.